വചനജായ 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 വചനജായ. ജീവനാദം പത്രത്തിൻ്റെ ഈ പ്രാവശ്യത്തെ മുഖചിത്രത്തിൻ്റെ അടിക്കുറിപ്പ് ഇനി നമുക്ക് ഉണർന്നിരിക്കാം. വളരെ മനോഹരമായ ഒരടിക്കുറിപ്പായി എനിക്ക് തോന്നി. 9 ദിവസം ഛത്തീസ്ഗഡ് ജയിലിൽ കിടന്ന 2 കന്യാസ്ത്രീകളുടെ മോചനത്തിനായുള്ള പ്രതിഷേധ യോഗത്തിൻ്റെ ചിത്രത്തിന് അടിക്കുറിപ്പായിട്ടാണ് ഈ വരികൾ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഉണർന്നിരിക്കാം. ആ ചിത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രതിഷേധ യോഗം നടക്കുന്നത് മഹാത്മാഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുന്നിലാണ്. മാല ചാർത്തിയ ആ പ്രതിമയ്ക്ക് മുന്നിൽ കന്യാസ്ത്രീകൾ ഇങ്ങനെ നിരന്ന് കൂടി നിൽക്കുന്നു. അതിന് താഴെയായി ജനക്കൂട്ടം. അഹിംസയുടെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മനുഷ്യൻ്റെ പ്രതിമയുടെ മുമ്പിൽ, അനക്കമറ്റിരിക്കുന്ന ആ പ്രതിമയുടെ മുന്നിൽ ഇതുപോലെ പ്രതിഷേധ യോഗം കൂടി അന്യായമായി തടവിലാക്കപ്പെട്ടവരെ വിടുവിക്കണമെന്ന ആവശ്യവുമായി വിടുതലിൻ്റെ മുദ്രാവാക്യവും പേറി അവരങ്ങനെ നിൽക്കുമ്പോൾ അതിന് ഇതിലും പറ്റിയ ഒരു ക്യാപ്ഷനില്ല. ഇനി നമുക്ക് ഉണർന്നിരിക്കാം. ആണ്ടുവട്ടത്തിലെ 19-ാം ഞായറിലെ വചന വിചിന്തനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നതും ഈ പ്രത്യാശയുടെ സ്ഫുരണങ്ങളാണ്. ഒന്നോർത്ത് നോക്കിയാൽ 1-ാം വായനയിൽ നാം കാണുന്നു, വിജ്ഞാനത്തിൻ്റെ പുസ്തകം ഓർത്തെടുക്കുന്നത് ഇസ്രയേൽ ജനത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായൊരു കാലഘട്ടത്തെക്കുറിച്ചാണ്. പക്ഷേ അതിൽ പ്രത്യാശപൂർവ്വം ദൈവം ഇടപെട്ട മേഖലകളെക്കുറിച്ചാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. ആ രാത്രി, പെസഹ രാത്രി, ഇസ്രയേൽ ജനത്തെയും ഈജിപ്തിലെ ജനത്തിനെയും വേർതിരിച്ചുകൊണ്ട് ദൈവദൂതൻ കടന്നുപോയതിനെക്കുറിച്ച്, ആ കടന്നുപോകലിൽ വേർതിരിക്കപ്പെട്ട് വിടുതലാക്കപ്പെട്ട ഒരു ജനം മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ മരുഭൂമി അനുഭവങ്ങളിൽ അവർ കണ്ടുമുട്ടുന്ന ദൈവാനുഭവത്തെക്കുറിച്ച് നിരന്തരം ഓർത്തെടുക്കുന്നു. ഇത്തരം ഓർമ്മയുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സാണ് പ്രത്യാശയായി അവരിൽ നിൽക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളിൽ ദൈവം ഇടപെട്ടതിൻ്റെ ആ ഓർമ്മ ശകലങ്ങളെ ചേർത്ത് വെച്ചാൽ നമുക്ക് മനസ്സിലാകും ദൈവം നമ്മുടെ ജീവിതത്തിൽ, ചരിത്രത്തിൽ ഇടപെടുന്നവനാണ് എന്ന്. ഇതാണ് നമ്മുടെ പ്രത്യാശ. ഇതിനെക്കുറിച്ചാണ് 2-ാം വായനയിൽ നാം കണ്ടുമുട്ടുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഓർത്തെടുക്കുന്നു, ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരിക്കവേ, പ്രത്യാശയ്ക്ക് വകയില്ലാതിരിക്കവേ അബ്രഹാം തുടങ്ങി ഇങ്ങോട്ട് ഓരോരുത്തരും തങ്ങളുടെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട്, കാണപ്പെടാത്തതുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട്, അതിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അവർ ദൈവം പറഞ്ഞത് അനുസരിച്ചതിനെക്കുറിച്ചാണ്. ആബേൽ ദൈവത്തിനു വേണ്ടി ജാഗ്രതയോടെ ബലിയർപ്പിച്ചവൻ. നോഹ ദൈവം പറഞ്ഞപ്പോൾ ഒരു മഴത്തുള്ളി പോലും കാണാതിരിക്കെ, മഴമേഘത്തുമ്പുകൾ ഒന്നുമില്ലാതിരിക്കവേ അവനോട് പ്രളയമുണ്ടാകും, നീ പേടകമുണ്ടാക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അനുസരിച്ചവൻ. അബ്രഹാം അവന് മണൽത്തരികൾ പോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു, ഒരു ജനതയുടെ പിതാവാകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായ ഒരു ആൺതരിയെ ദൈവത്തിൻ്റെ മലയിൽ ബലിയർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആ മകനെയും കൊണ്ട് ബലിയർപ്പിക്കാനായി പോകുന്നു. അങ്ങനെ നീണ്ട ചരിത്രങ്ങൾ അവർ പറഞ്ഞു വെക്കുന്നത് പ്രത്യാശപൂർവം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യരുടെ ആ ഭാവിയെക്കുറിച്ചാണ്. ഭൂതകാലവും വർത്തമാനവും ഭാവിയും ഒരുമിച്ച് ചേർന്നൊരു വാക്കാണ് പ്രത്യാശ. എന്തൊക്കെ സംഭവിക്കട്ടെ, എന്തൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവം എന്ന പ്രത്യാശപൂർവമായ വാക്കിനെ തൻ്റെ ചങ്കിലിങ്ങനെ കോറിയിടാൻ കഴിയുന്ന മനുഷ്യരുടെ നീണ്ട നിരയാണ് രക്ഷാകര ചരിത്രം എന്ന് പറയുന്നതെങ്കിൽ നമ്മളോടും തമ്പുരാൻ പറയുന്നതും അതുതന്നെ. പ്രത്യാശഭരിതരായിരിക്കുക, ജാഗരൂകരായിരിക്കുക. എന്തുകൊണ്ടാണ് ജാഗരൂകരായിരിക്കേണ്ടത്? ജാഗരൂകത എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലും സൂക്ഷിക്കുന്ന ഉണർവാണെന്ന് ബോബി ജോസച്ചൻ പറയാറുണ്ട്. ഉറക്കത്തിലും സൂക്ഷിക്കുന്ന ഉണർവ്. അങ്ങനെയാണെങ്കിൽ ജാഗരൂകരായിരിക്കുക. ഇനി നമുക്ക് ഉണർന്നിരിക്കാം. അത് ഒരു ദാസനൊത്തബദ്ധം യജമാനനോടുള്ള ഭയം നിമിത്തമല്ല, മറിച്ച് നമ്മുടെ നാഥനോടുള്ള സ്നേഹം നിമിത്തം, നമ്മുടെ നാഥനോടുള്ള അടുപ്പം നിമിത്തം, സൗഹൃദം നിമിത്തം,
ആ അടുപ്പവും സൗഹൃദവുമാണ് നമ്മൾക്ക് പ്രത്യാശഭരിതമായി ദൈവത്തെ കാത്തിരിക്കാനുള്ള ഊർജമായി മാറുന്നത്. എനിക്കൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം ഒരിക്കലും അലാം വെക്കില്ല, പക്ഷെ എല്ലാ പ്രോഗ്രാമിനും കൃത്യമായി എത്തും. അത് അതിരാവിലെ ആണെങ്കിലും ഏതു പാതിരാവിലാണെങ്കിലും. കാരണം അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്, അലാം വേണ്ട, ഞാൻ ഏറ്റെടുക്കുന്ന പരിപാടി, ആ പരിപാടി എൻ്റെ തന്നെ പരിപാടി ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർക്കാൻ എനിക്കൊരു ജൈവ കടികാരമുണ്ട്. കറക്റ്റ് സമയമാകുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത പരിപാടി ഓർത്തെടുക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കി, ഒരു ജൈവ കടികാരം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ, ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. നമുക്കും വേണ്ടേ ഒരു ദൈവ കടികാരം? ദൈവം ഇടപെട്ട, ദൈവം നമ്മുടെ ചരിത്രത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, ചില മരുഭൂമി അനുഭവങ്ങളിൽ, ചില നേരങ്ങളിൽ, ഒറ്റയ്ക്കാവുന്ന നേരങ്ങളിൽ, ഒറ്റപ്പെടുത്തുന്ന നേരങ്ങളിൽ, ഒറ്റ കൊടുക്കപ്പെടുന്ന നേരങ്ങളിൽ ദൈവം ഇടപെട്ട നേരങ്ങൾ, ആ സംഭവങ്ങൾ, അവൻ മന്ത്രിച്ച മന്ത്രണങ്ങൾ ഒക്കെയും നമ്മൾ ഓർക്കുന്നില്ലേ? ചില രാവുകൾ നമ്മുടെ കണ്ണീരുകൊണ്ട് തലയണം നനയുമ്പോൾ, ചില നേരങ്ങൾ നമ്മുടെ നിലവിളി പുറത്തേക്ക് വരാതെ കുരവള്ളിയിൽ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുമ്പോൾ, ഒന്ന് ഉറക്കെ പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത ചില സമയങ്ങളിൽ തമ്പുരാൻ നമ്മളെ സ്പർശിക്കുന്നു, അടുത്തറിയുന്നു, അടുത്തു വരുന്നു എന്ന് നമ്മൾ ഓർക്കാറില്ലേ? അവൻ അടുത്തുണ്ട് എന്നുള്ള ഈ വലിയ വിശ്വാസമാണ് നമ്മുടെ പ്രത്യാശ. അങ്ങനെയാണെങ്കിൽ ഹബക്കൂക്ക് പ്രവാചകൻ 3:17 പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്. അത്തിമരങ്ങൾ പൂക്കാതിരിക്കട്ടെ, ഒലിവുതൈകൾ കായ്ക്കാതിരിക്കട്ടെ, എൻ്റെ മുന്തിരിയിൽ മുന്തിരികൾ ഇല്ലാതെ ആവട്ടെ, എൻ്റെ ആലയിൽ ആടുകൾ അറ്റുപോകട്ടെ, എൻ്റെ കന്നുകാലിക്കുട്ടി കന്നുകാലികൾ ഇല്ലാതെ ആവട്ടെ, എങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, കാരണം കർത്താവാണ് എൻ്റെ ബലം. ഇതാണ് പ്രത്യാശ. ഹബക്കൂക്ക് പ്രവാചകൻ്റെ ഇത്തരം പ്രത്യാശയോടുകൂടി, ജാഗരൂകതയോടുകൂടി ഇരിക്കുവാൻ തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. ഈ ജാഗരൂകത, ഉണർന്നിരിക്കൽ ഈ ക്യാപ്ഷൻ പോലെ നമുക്കും നമ്മുടെ ആത്മീയതയുടെ വേദിയിൽ ഉണ്ടാകണം. എന്തു തന്നെ സംഭവിക്കട്ടെ, ഈ 9 ദിവസം ജയിലിൽ കിടന്ന് പുറത്തു വന്ന ആ കന്യാസ്ത്രീകളുടെ മുഖഭാവം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം എന്ത് പ്രത്യാശയോടെയാണ് തങ്ങളുടെ തമ്പുരാൻ, തങ്ങളുടെ നാഥൻ തങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളത്. ചില രാവുകളിൽ, പുലരാൻ തുടങ്ങുന്ന രാവുകളിൽ തനിയെ കിടന്ന് മിഴിവാർക്കവേ ഒരു നേർത്ത തെന്നലായി അരികിലെത്തി നെറുകിൽ തലോടുന്ന ദൈവസ്നേഹം. ആ മനോഹരമായ ഗാനം പോലെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമെന്ന് ഏതു പാതിരാവിലും ഏതസമയങ്ങളിലും അവൻ്റെ പദനിസ്വനം കേൾക്കാൻ കഴിയുന്ന തരത്തിൽ ജാഗരൂകമായ ഒരു മനസ്സ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു ദൈവ കടികാരം ഉള്ളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇത്തരമൊരു ഉപമ പറഞ്ഞ് തമ്പുരാൻ നമ്മുടെ അടുത്തിലേക്ക്, അരികിലേക്ക്, നാവിലേക്ക് എഴുന്നള്ളുന്ന ഈ ദിവസം തമ്പുരാനോട് നമുക്ക് തിരിച്ചു പറയാനുള്ളത്, ഇനി ഞാനും ഉണർന്നിരിക്കും. വചനജായ 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 വചനജായ